ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി തുടരുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ലോകം ആടി ഉലയുന്ന വേളയിൽ പെട്രോൾ വില നിയന്ത്രിച്ചു നിർത്തുന്നതിൽ മോദി സർക്കാർ നടത്തുന്ന ജാഗ്രത പ്രശംസനീയമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും അതിന്റെ ആഘാതം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നേരിട്ടെത്താതെ നോക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അയൽപ്പക്കത്ത് നിന്നും മോദി ഗവൺമെന്റിന് വാനോളം പ്രശംസ കിട്ടുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നിട്ടും ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിക്കാത്തതിനെ അഭിനന്ദിച്ച് പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അധിക ഭാരം നൽകാതെ വില നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് മന്ത്രി അയൽ രാജ്യമായ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെയും ഊർജ നയങ്ങളെയും പുകഴ്ത്തിയത്. ഇന്ത്യയുടെ പക്കലുള്ള അതിശക്തമായ തന്ത്രപ്രധാന എണ്ണ ശേഖരമാണ് പ്രതിസന്ധി ഘട്ടത്തിലും വില പിടിച്ചു നിർത്താൻ അവരെ സഹായിക്കുന്നതെന്ന് മാലിക് അഭിപ്രായപ്പെട്ടു. 60 മുതൽ 70 ദിവസത്തേക്ക് വരെ ആവശ്യമായ എണ്ണ ശേഖരം ഇന്ത്യയുടെ പക്കലുണ്ടെന്നും എന്നാൽ പാകിസ്ഥാന്റെ പക്കൽ ഏതാനും ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഇന്ത്യയുടെ കരുത്തുറ്റ വിദേശ നാണ്യ ശേഖരവും സാമ്പത്തിക നയങ്ങളും ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് ഇന്ത്യൻ വിപണിയെ സംരക്ഷിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചതോടെ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുകയാണ്. പാകിസ്ഥാനിലും ഇന്ധനവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെട്രോളിന് ലിറ്ററിന് 450 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന പാകിസ്ഥാനിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ നേട്ടം ശ്രദ്ധേയമാകുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കർശന ഉപാധികളാൽ വീർപ്പുമുട്ടുന്ന പാകിസ്ഥാന് ഇന്ധനവിലയിൽ സബ്സിഡികൾ നൽകാൻ സാധിക്കുന്നില്ലെന്നും ഇന്ത്യയെ പോലെ വലിയ എണ്ണ ശേഖരമില്ലാത്തത് തിരിച്ചടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരൊറ്റ ഒപ്പിനാൽ 70 ദിവസത്തെ എണ്ണ പുറത്തെടുക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സംവിധാനങ്ങൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ പര്യാപ്തമാണെന്നും അലി പർവേസ് മാലിക് കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ നിരക്കുകൾ വർദ്ധിക്കാതെ സുസ്ഥിരമായി തുടരുന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെയും തന്ത്രപരമായ സാമ്പത്തിക നയങ്ങളുടെയും ഫലമായാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ധന വിതരണ ശൃംഖല താറുമാറായപ്പോൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ വിലക്കുറവിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിൽ നിർണായകമായി. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ജനതയുടെ താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കിയത് രാജ്യത്തെ വിപണിയിൽ വലിയ ചലനമുണ്ടാക്കി. ഇതിനു പുറമെ വിശാഖപട്ടണവും മംഗളൂരുവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഭൂഗർഭ എണ്ണ ശേഖരങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ വില പിടിച്ചു നിർത്താൻ സർക്കാരിന് വലിയ കരുത്ത് നൽകുന്നുണ്ട്. ലോകത്തെവിടെയും ഇന്ധന വിതരണത്തിന് തടസ്സം നേരിട്ടാലും മാസങ്ങളോളം രാജ്യം സുരക്ഷിതമായി മുന്നോട്ടു പോകാൻ ഈ കരുതൽ ശേഖരം സഹായിക്കും. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിന്റെ ഭാരം ജനങ്ങളിലേക്ക് നേരിട്ട് കൈമാറാതെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വഴി നിയന്ത്രിക്കുന്നതും ആവശ്യമായ ഘട്ടങ്ങളിൽ നികുതിയിൽ ഇളവ് വരുത്തുന്നതും ഇന്ധനവില വർദ്ധിക്കാതെ ഇരിക്കാൻ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തികമായി ഉലയുമ്പോഴും ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക പ്ലാനുകളാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളെല്ലാം ഇന്ധനവിലയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ വിലക്കയറ്റം രൂക്ഷമാണ്. അമേരിക്കയിൽ ഗാലൻ കണക്കിന് വിൽക്കുന്ന പെട്രോളിന്റെ വിലയിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഏകദേശം 15 മുതൽ 20% വരെ വർധനവുണ്ടായിട്ടുണ്ട്. ഇത് അവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാനും പണപ്പെരുപ്പത്തിനും കാരണമായിട്ടുണ്ട്. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ഥിതി സമാനമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നിയന്ത്രണമുള്ളതിനാൽ ഈ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സംഘർഷം കാരണം ഇൻഷുറൻസ് നിരക്കുകളും ചരക്കുകൂലിയും വർദ്ധിച്ചത് ഈ രാജ്യങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ വില കുതിച്ചുയരാൻ ഇടയാക്കി. ചൈനയിലും ജപ്പാനിലും ഇന്ധനവിലയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം ആഗോള വിപണിയിലെ വിലയ്ക്ക് അനുസൃതമായി ദിവസേനയോ ആഴ്ചയിലോ വിലമാറ്റം വരുത്തുന്നവരാണ്. ഈ വലിയ വൻ ശക്തി രാജ്യങ്ങളെല്ലാം ഇന്ധന വിലക്കയറ്റത്തിൽ വലയുമ്പോഴാണ് ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ആഭ്യന്തര വിപണിയിൽ വില കൂടാതെ പിടിച്ചു നിർത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിലൂടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും ജനങ്ങളെ പണപ്പെരുപ്പത്തിൽ നിന്ന് സംരക്ഷിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്.
മിഡിൽ ഈസ്റ്റ് നീറി പുകയുമ്പോഴും ഇറാനുമായുള്ള ഇന്ത്യയുടെ ദൃഢമായ നയതന്ത്ര ബന്ധം ഇന്ധന സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെതിരെ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും തന്ത്രപരമായ സ്വയം ഭരണാധികാരം ഉയർത്തിപ്പിടിച്ച് ഇറാനുമായി നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ചബഹാൻ തുറമുഖം പോലുള്ള വൻകിട പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നത് ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനക്കുമ്പോൾ പല രാജ്യങ്ങൾക്കും എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടാറുണ്ടെങ്കിലും ഇറാനുമായുള്ള ഈ സൗഹൃദം ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്ക് ഒരു പരിരക്ഷയായി വർത്തിക്കുന്നു. മുമ്പ് ഇറാനിൽ നിന്ന് രൂപ അടിസ്ഥാനത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ചരിത്രം ഇന്ത്യക്കുണ്ട്. ഇത് ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രാജ്യത്തെ ബാധിക്കാതിരിക്കാൻ സഹായിച്ചിരുന്നു. നിലവിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ബാലൻസിംഗ് ആക്ട് നടത്താൻ ഇന്ത്യക്ക് കഴിയുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ചരിത്രപരമായ ബന്ധം കാരണമാണ്. ഇത്തരം സൗഹൃദങ്ങൾ ആഗോള വിപണിയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു പരിധിവരെ സുരക്ഷിതമാക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യയെ താങ്ങി നിർത്തുന്നത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിലെ ചാതുര്യം തന്നെയാണ്. നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളെ തുടക്കകാലത്ത് പ്രതിപക്ഷം ഉലകം ചുറ്റും വാലിബൻ എന്ന പരിഹാസ പേരോടെയാണ് വിമർശിച്ചിരുന്നതെങ്കിലും ആ യാത്രകൾ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നത് ഇന്ന് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. ലോക നേതാക്കളുമായി വ്യക്തിപരമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടാൻ ഈ സന്ദർശനങ്ങൾ സഹായിച്ചു. ഗൾഫ് രാജ്യങ്ങൾ മുതൽ പാശ്ചാത്യ ശക്തികൾ വരെ ഇന്ന് ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നത് വർഷങ്ങളായുള്ള ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഫലമായാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിലുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. മുമ്പ് പാകിസ്ഥാനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളികളാണ്. ഇത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും ഊർജ സുരക്ഷയിലും ഇന്ത്യക്ക് വലിയ കരുത്തു നൽകുന്നു. അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധ സമാനമായ സാഹചര്യങ്ങളിലും രണ്ട് പക്ഷത്തു നിന്നും ഗുണകരമായ നിലപാടുകൾ നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ എതിർക്കാതിരുന്നത് മോദി സർക്കാർ കെട്ടിപ്പടുത്ത നയതന്ത്ര ബന്ധങ്ങളുടെ കരുത്തുകൊണ്ടാണ്. G20 അധ്യക്ഷ പദവി വിജയകരമായി പൂർത്തിയാക്കിയതും ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യ മാറിയതും മോദിയുടെ സജീവമായ വിദേശ നയത്തിന്റെ വിജയമാണ്. ക്വാഡ്, ബ്രിക്സ് തുടങ്ങിയ വിഭിന്നങ്ങളായ കൂട്ടായ്മകളിൽ ഒരേ സമയം അംഗമായിരിക്കാനും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയുന്നത് ഒരു മികച്ച നയതന്ത്ര നേട്ടം തന്നെയാണ്. പരിഹാസങ്ങൾക്കപ്പുറം ഈ യാത്രകളിലൂടെ ഇന്ത്യയെ ലോകത്തിന്റെ അനിഷേധ്യമായ ഒരു സാമ്പത്തിക സൈനിക ശക്തിയായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ലോകം ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ പരിഹാരത്തിനായി ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യം ഈ വിദേശ നയതന്ത്രത്തിന്റെ വലിയൊരു സാക്ഷ്യപത്രമാണ്. ചുരുക്കത്തിൽ ആഗോള രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കുന്നത് കേവലം സാമ്പത്തികമായ ഒരു നേട്ടമല്ല, മറിച്ച് അത് ദീർഘവീക്ഷണത്തോടെയുള്ള നയതന്ത്രത്തിന്റെ വിജയമാണ്. വൻ ശക്തികൾക്കിടയിൽ സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിക്കാതെ ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിലൂന്നി രാജ്യം നടത്തുന്ന ഈ കരുനീക്കങ്ങൾ വരും കാലത്തെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഭാരതം സജ്ജമാണെന്നതിന്റെ തെളിവാണ്. ലോകം മുഴുവൻ വിലക്കയറ്റത്തിന്റെയും യുദ്ധഭീതിയുടെയും നിഴലിലിരിക്കുമ്പോഴും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ ബാധിക്കാതെ പെട്രോൾ വില പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യമല്ല. റഷ്യയുമായും പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും ഒരുപോലെ പുലർത്തുന്ന ഊഷ്മള ബന്ധവും വിപണിയിലെ തന്ത്രപരമായ ഇടപെടലുകളും ഇന്ത്യയെ ഒരു സുരക്ഷിത തീരമായി നിലനിർത്തുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഈ കൗശലമാണ് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ കരുത്ത്. മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതകൾ ഒരു പാഠമാണ്. ഊർജ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടേണ്ടതിന്റെ ആവശ്യകത അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും നിലവിലെ വെല്ലുവിളികളെ അതിവിദഗ്ധമായി നേരിട്ടുകൊണ്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഈ സന്തുലിത നയം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. നയതന്ത്രത്തിലെ ഈ മാന്ത്രികത തുടരുന്നിടത്തോളം ആഗോള പ്രതിസന്ധികളുടെ കാറ്റിലും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉലയാതെ നിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.